അനന്തശായിയായ ശ്രീപത്മനാഭൻ യോഗനിദ്രാധീനനായ അനന്തപുരിയുടെ അധിദേവതാ ചരിത്രവും ഐതിഹ്യവും വേർപിരിയാനാവാതെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു മഹാദേവാലയം. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഇതര വൈഷ്ണവ ദേവാലയങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ആരാധനാ കേന്ദ്രം. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടും മുമ്പ് മഹാബലി വിശ്വാകാരം പൂണ്ടു നിൽക്കുന്ന മഹാവിഷ്ണുവിനോട് ഒരാഗ്രഹം അറിയിച്ചത്രേ. ഈ വാമനാവതാരം പോലെ മുമ്പും ശേഷവും കൈക്കൊണ്ടിട്ടുള്ളതും കൈക്കൊള്ളാനിരിക്കുന്നതുമായ അവതാരങ്ങളെക്കുറിച്ച് വ്യക്തമാക്കണം എന്ന ആഗ്രഹം. ആ അപേക്ഷ സ്വീകരിച്ച മഹാവിഷ്ണു ദേവശില്പിയായ വിശ്വകർമാവിനോട് ആ അവതാര രൂപങ്ങൾ വരച്ചു കാണിക്കാൻ ആവശ്യപ്പെട്ടത്രേ. അതിൻ പ്രകാരം വിശ്വകർമാവാണത്രേ ആദ്യമായി ഈ ഓണവില്ല് വിരചിച്ചത്. ഐതിഹ്യം എന്തായാലും വിശ്വകർമ്മജരായ ചില കുടുംബക്കാരാണ് ഇന്നും ഓണവില്ലിന്റെ നിർമ്മാണവും സമർപ്പണവും നിർവഹിച്ചു പോരുന്നത്. അതിപുരാതന കാലം മുതൽക്കേ പൊന്നിൻചിങ്ങ മാസത്തിലെ തിരുവോണ നാളിൽ ഒരാചാരമായി ശ്രീപത്മനാഭന്റെ തിരുനടയിൽ സമർപ്പിക്കുന്നു ഓണവില്ലുകൾ. ഓണവില്ല് മലയാളത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും തന്നെ ഭാഗമാണ്. വേറിട്ട ആ അനുഷ്ഠാന വിധികളിലൊന്നാണ് ഓണക്കാലത്ത് നടക്കുന്ന ഓണവില്ല് സമർപ്പണം. ഈ അനുഷ്ഠാനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു കുടുംബത്തിന്റെ പ്രതിബദ്ധമായ സമർപ്പണമുണ്ട്. പള്ളിവില്ല് സംബന്ധിച്ച വിശ്വാസങ്ങൾ ദേവലോകത്തോളം ചെന്നെത്തുന്നു. പഴമക്കാർ തുടങ്ങിവെച്ച ആ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും മുറത്തെറ്റാതെ കാത്തുസൂക്ഷിക്കുന്നു തിരുവനന്തപുരം കരമനയിലെ വാണിയംമൂല വിളയിൽ വീട്ടിലെ കുടുംബാംഗങ്ങൾ. അവരോട് തന്നെ ചോദിക്കാം ഓണവില്ലിന്റെ വിശേഷങ്ങളും ചരിത്രവും. കേരളത്തിലെ മഹാക്ഷേത്രമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിശ്വകർമ്മദേവൻ്റെ അനുചരന്മാരായ വിശ്വകർമ്മജരിൽ മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ പഞ്ചകർമ്മികൾ പ്രധാനപ്പെട്ട എല്ലാ കരവിരുതും കൽപ്പിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയ ഒന്നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അതിൽ മയ വിഭാഗത്തിൽപ്പെട്ട, അതായത് മരപ്പണി വിഭാഗത്തിൽപ്പെട്ട ശില്പികളാണ് ഞങ്ങളുടെ പൂർവികർ. ഞങ്ങൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശില്പികളുടെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ശ്രീപത്മനാഭസ്വാമിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഓണവില്ല് എന്ന പള്ളിവില്ല് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയത്. ഈ ഓണവില്ലിന് പലക എടുക്കുന്നതിന് വേണ്ടി നല്ലൊരു ദിവസം കുറിക്കും. നല്ലൊരു ദിവസം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ തന്ത്രിയുമായിട്ട് ആലോചിച്ച് ആ ദിവസത്തിലാണ് പലക നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മരം അന്വേഷിച്ചു പോകുന്നത്. ദേവഗണത്തിൽപ്പെട്ട മഹാഗണി, മഞ്ഞക്കടമ്പ് എന്നീ വൃക്ഷങ്ങളിലുള്ള പലകയിലാണ് പ്രധാനമായിട്ടും ഓണവില്ലുകൾ നിർമ്മിക്കുന്നത്. കടമ്പ് വൃക്ഷം വിഷ്ണുപ്രിയകരമാണെന്നത് പുരാണ പ്രസിദ്ധമാണ്. അതുപോലെ ഒരു പ്രാധാന്യമുണ്ട് മഹാഗണിക്കും. ഈ സവിശേഷതകൾ മുൻനിർത്തിയായിരിക്കണം ഓണവില്ല് നിർമ്മാണത്തിന് കടമ്പ് വൃക്ഷത്തിൻ്റെയും മഹാഗണിയുടെയും തടികൾ ഉപയോഗിക്കുന്നത്. പൂജാനുഷ്ഠാനങ്ങളോടെയാണ് മരങ്ങൾ മുറിച്ചെടുക്കുന്നത്. ഓണവില്ല് നിർമ്മിക്കുന്ന പലകയുടെ കാര്യത്തിലും കൃത്യമായ അളവുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമിയുടെ ചിത്രം വരയ്ക്കുന്നതിന് 4.5 അടി നീളവും 6 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് കനവുമുള്ള പലകയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഓരോ വില്ലിനും ഓരോ അളവാണ്.
ആദ്യമായി പലക തയ്യാറാക്കി കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവരുമ്പോൾ നല്ലൊരു ദിവസം നോക്കി കുടുംബത്തിലെ കാരണവർ മൂത്താശാരിയെ അറിയിക്കുകയും അദ്ദേഹം പലക പരുവപ്പെടുത്തുവാനായിട്ട് കുടുംബക്ഷേത്രത്തിൽ എത്തിച്ചേരും. അത് കഴിഞ്ഞതിന് ശേഷം കുടുംബക്ഷേത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കി വച്ചിട്ടുള്ള നിറങ്ങളും പലകയും തയ്യാറാക്കി അവിടെ ക്ഷേത്ര കാരണവരും ഓണവില്ലിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളുമായ ഞാൻ തടി പൂജ നടത്തി നിറങ്ങളെ പ്രത്യേകം പൂജിച്ച് ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ചതിന് ശേഷമാണ് കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഏൽപ്പിക്കുന്നത്. ഈ പലകയും നിറങ്ങളും ഏറ്റുവാങ്ങിയ കുടുംബത്തിലെ തന്നെ അംഗങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത കർമ്മത്തിലേക്ക് തിരിയുകയാണ് പതിവ്. പ്രധാനമായിട്ടും കുടുംബത്തിലെ തന്നെ ആൾക്കാരാണ് ഇത്തരം പണികൾ ചെയ്യുന്നത്. വളരെ വ്രതശുദ്ധിയോടുകൂടി പരിപാവനമായി തയ്യാറാക്കി എടുക്കേണ്ട ഒന്നാണ് ഓണവില്ലെന്ന പള്ളിവില്ല്. വെള്ള, ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, പച്ച എന്നീ വർണ്ണങ്ങളാണ് ഓണവില്ലിൻ്റെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ വർണ്ണങ്ങളാകട്ടെ പ്രകൃതിയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. ഇതിൽ ഓരോ വർണ്ണവും ഓരോ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചിത്രരചന നടത്തുന്ന ഓരോരുത്തരും തികഞ്ഞ വ്രതനിഷ്ഠയോടെയാണ് ആ കർമ്മത്തിലേർപ്പെടുന്നത്. ഈ ഓണവില്ലിൻ്റെ പലകയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വഞ്ചിയുടെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ശില്പികൾ ഈ ഓണവില്ലിനെ വഞ്ചിയുടെ ആകൃതിയിൽ അത് പരുവപ്പെടുത്തിയിരിക്കുകയാണ്. അതിനർത്ഥം മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീണ്ടു കിടക്കുന്നു എന്നുള്ളതാണ്. അന്നത്തെ കാരണവർ അത് വളരെ അർത്ഥവർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ശില്പമാണിത്. ഇത് ഓണവില്ലിൻ്റെ പലകയുടെ അളവ് നിർണയപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. ഏറ്റവും വലിയ അളവാണ് ഇതിൻ്റെ പുറം ഭാഗത്ത് നിർണയപ്പെടുത്തിയിരിക്കുന്നത്. ഇടത്തരം വില്ലിൻ്റെ അളവ് ഇടയ്ക്കും ഏറ്റവും ചെറിയ വില്ലിൻ്റെ അളവ് നടുക്കുമാണ്. അങ്ങനെ മൂന്നളവും ഒരു പലകയിൽ നിർണയപ്പെടുത്തി 6 തലമുറകളായി കൈമാറി വരുന്ന ഒരു അച്ചാണിത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 1000ഓളം വർഷം പഴക്കമുള്ള ഒരു വില്ലാണിത്. ഇതിനകത്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോഴും പകർത്തി വരുന്നത്. 10,000കണക്കിന് ഭഗവാന്റെ രൂപം വരച്ച് 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 ഇതിൽ നിന്നും പരുവപ്പെടുത്തിയെടുത്തതാണ്. പലകകൾ ഏറ്റുവാങ്ങിയ ശില്പികൾ ആദ്യമായി ചെയ്യുന്നത് പലകയിൽ മഞ്ഞ നിറം പൂശുന്നതാണ്. മഞ്ഞ നിറം പൂശിയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി വന്ന് അതിന് ശേഷമാണ് വരയ്ക്കുന്ന ഭാഗത്ത് ചുവപ്പ് നിറം പൂശുന്നത്. ചുവപ്പ് നിറം പൂശി അതും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് അതിൽ വരയ്ക്കേണ്ടതായിട്ടുള്ള ചിത്രങ്ങളുടെ സ്കെച്ചുകൾ തയ്യാറാക്കുന്നത്. സ്കെച്ചുകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ അളവായ അനന്തശയന വില്ലിൽ ഭഗവാന്റെ വീരശയനത്തിനുള്ള സ്കെച്ചും അതുപോലെ തന്നെ ഇടത്തരം വില്ലിൽ ദശാവതാരവും ശ്രീരാമ പട്ടാഭിഷേകവും ശാസ്താവും ഏറ്റവും ചെറിയ വില്ലിൽ വിനായകനും ശ്രീകൃഷ്ണലീലയുമാണ് സ്കെച്ചുകൾ ഇടുന്നത്. ഏറ്റവും വലിയ വില്ലിൻ്റെ അളവ് 4.5 അടി നീളവും 6 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് ഘനവുമാണ്. ഇടത്തരം
വില്ലിൻ്റെ അളവ് 4 അടി നീളവും 5.5 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് ഘനവുമാണ്. ഏറ്റവും ചെറിയ അളവ് 3.5 അടി നീളവും 4 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് ഘനവുമാണ്. അങ്ങനെ 3 അളവിൽ 6 ജോഡി വില്ലുകളാണ് ശ്രീ പത്മനാഭസ്വാമിക്ക് ഞങ്ങൾ കുടുംബത്തിൽ നിന്നും സമർപ്പിക്കുന്നത്. സ്കെച്ചുകൾ തയ്യാറാക്കി അതിൽ ചിത്രങ്ങൾ പൂർണ്ണമാക്കിയതിന് ശേഷം കുടുംബ ക്ഷേത്രത്തിൽ ഉത്രാടനാൾ പൂജയുണ്ട്. ഉത്രാടനാളിൽ കുടുംബ കാരണവർക്ക് ദക്ഷിണ നൽകി വസ്ത്രം നൽകി അനുഗ്രഹം വാങ്ങിയാണ് ശ്രീ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള വില്ലുകൾ ഉദിക്കും. ഈ ഭഗവാന്റെ വില്ല് വരയ്ക്കുന്ന വില്ലിന് 4.5 അടി നീളമെന്ന് പറഞ്ഞത് ശ്രീപത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് 18 അടിയും അതിനെ 4 ഭാഗത്തിൽ ഒരു ഭാഗമായിട്ടാണ് അന്നത്തെ ശില്പികൾ ഇതിനെ നിർണ്ണയപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അളവിലോ ചിത്രങ്ങളിലോ വ്യത്യാസങ്ങൾ വരുത്തിയാൽ പൂർവികർ നിർണയിച്ചിരിക്കുന്നത് ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടാണ്. അതിൽ വിഘ്നം വന്നാൽ സ്വാഭാവികമായിട്ടും അതിന് ദോഷങ്ങൾ സംഭവിക്കാം. ഇന്ന് ഒന്നും പുതിയതായിട്ട് വന്നതല്ല, എല്ലാം പഴയതിൻ്റെ ആവർത്തനങ്ങളാണ്. ചിത്രങ്ങൾക്കൊക്കെ ശക്തിയും ഓജസ്സും തേജസ്സും വരുന്നത് പൂർവികർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. അത് ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ആ പകർന്നു നൽകിയതിനെ ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുവരുന്നു. ഈ അറിവ് വച്ചിട്ടാണ് ഞങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇത് ഓണവില്ല് ഓരോ വീട്ടിലും കൊണ്ട് വയ്ക്കുമ്പോൾ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾ നൽകി വരുന്നത്. ചിങ്ങത്തിരുവോണ നാളിലാണ് ഓണവില്ലുകൾ ശ്രീപത്മനാഭന് സമർപ്പിക്കുന്നത്. ഉത്രാട ദിനത്തിൽ തന്നെ വില്ലുകൾ ഒരുങ്ങിയിട്ടുണ്ടാവും. അന്നത് വില്ല് നിർമ്മിക്കുന്നവരുടെ കുടുംബ പരദേവതാ സ്ഥാനത്ത് പൂജിച്ചു വെക്കുന്നു. തിരുവോണനാൾ പുലർച്ചയ്ക്ക് തന്നെ പുറപ്പാടിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു. ആദ്യം പൂർവികരെ സ്മരിച്ച് ആദരിക്കുന്നു. അനന്തരം ദക്ഷിണയും വസ്ത്രവും നൽകി ഓണവില്ലുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമ്മദേവർ മഹാബലി തിരുമനസിന് കാഴ്ചവെക്കുവാനായി ഉണ്ടാക്കുന്നതാണ് ഓണവില്ല്. അദ്ദേഹം ആദ്യമായി ഉണ്ടാക്കിയതും ദശാവതാര കഥകൾ പറയുന്ന ഓണവില്ലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദശാവതാര ഓണവില്ലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ദശാവതാര വില്ലെന്ന് പറയുന്നത് ഈ നമ്മൾ സമർപ്പിക്കുന്ന രണ്ടാമത്തെ പ്രധാന വില്ലാണ്. അതിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, അങ്ങനെ 10 അവതാരങ്ങളും ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും വാമനൻ്റെ അവതാര ദിനത്തിനെയാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ ഈ വില്ല് നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിലാണ് സമർപ്പിക്കുന്നത്, ചാർത്തുന്നത്. അതിന് കാരണം പറയുന്നത് ശത്രുദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ നരസിംഹമൂർത്തിയെ വരച്ച ദശാവതാര വില്ല് സമർപ്പിക്കുന്നത്. പത്മനാഭന് മുന്നിൽ കാഴ്ചവെക്കുന്നത് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഈ വില്ല് തന്നെയായിരിക്കും. ഇത് പത്മനാഭസ്വാമിയുടെ ഉദരഭാഗത്തുള്ള വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചാർത്തി വയ്ക്കുന്നതാണ്. ഇതിനകത്ത് ശ്രീപത്മനാഭസ്വാമിയുടെ വീരശയനമാണ് ഞങ്ങൾ വരച്ചിരിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, അങ്ങനെ 3 ത്രിമൂർത്തികളുടെയും
സംഗമമായിട്ടാണ് ഇത് കാണുന്നത്. മാത്രമല്ല ഇതിനകത്ത് 2 ഋഷിമാരെ കാണിക്കുന്നുണ്ട്. ദിവാകര മുനി, കൗഡിന്യ ഋഷി, പിന്നെ ദ്വാരപാലകർ, ഇത് ശ്രീദേവി, അപ്പുറത്ത് ഭൂമിദേവി, പിന്നെ ഉള്ളത് നാരദർ, അശ്വിനി ദേവന്മാർ, ഭഗവാന്റെ വാഹനമായ ഗരുഡൻ, പ്രപഞ്ചത്തിനെ സാക്ഷിയാക്കി സൂര്യനും ചന്ദ്രനും, ഭഗവാന്റെ ആയുധങ്ങൾ ശംഖ്, ചക്രം, ഗദ, പത്മം, വാള്, പരിച, വില്ല്, അമ്പ്, അങ്ങനെ ഭഗവാന്റെ ആയുധങ്ങൾ, 2 ദീപങ്ങൾ, പിന്നെ തിരുവിതാംകൂറിൻ്റെ മുഖമുദ്രയായ ചക്രവും ശംഖും കൂടി ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട വില്ല്. ഇതിൽ ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രകൃതിയിൽ നിന്നെടുത്ത ചായങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് വ്യക്തമാണ്. ഇത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ധാരാളം വില്ലുകൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ധാരാളം വില്ലുകൾ ചെയ്യുമ്പോൾ പ്രകൃതിയിൽ നിന്നും ഇലച്ചാറൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 1-2 വില്ലുകൾ 3-4 വില്ലുകൾ ചെയ്യണമെങ്കിൽ ഇലച്ചാർ ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു. പൂർവികർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കരിപ്പൊടി, മഞ്ഞപ്പൊടി, വെള്ളപ്പൊടി, ഇലച്ചാറ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ധാരാളം വില്ലുകൾ ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഈ കളം എഴുതാൻ ഉപയോഗിക്കുന്ന പൊടി കൂടി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. കളപ്പൊടിയാണ് സാധാരണ ഈ ദൈവികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഓരോ നിറങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിന് പ്രകാരം ആ കളപ്പൊടിയും കൂടെ ചേർത്ത് ഞങ്ങളിപ്പം അതും കൂടെ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓണവില്ലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ കെട്ടിയിരിക്കുന്ന ഈ ഒരു കുഞ്ചലം. ഏറെ പ്രത്യേകത നിറഞ്ഞ ഒന്ന് തന്നെയാണ് ഈ കുഞ്ചലം. ഈ കുഞ്ചലം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തൊട്ടടുത്താണ് ഒരു റോഡ് ആണ് വേർതിരിക്കുന്നത്, സെൻട്രൽ ജയിൽ. അപ്പോൾ പൂർവികമായിട്ട് സെൻട്രൽ ജയിലിലെ തടവ് പുള്ളികൾ ഈ ഭഗവാന് സമർപ്പിക്കാനുള്ള ഓണവില്ലിന് വേണ്ടി കുഞ്ചലം അവിടെയാണ് നിർമ്മിക്കുന്നത്. അവരും 41 ദിവസത്തെ വ്രതം എടുത്ത് വളരെ ശുദ്ധിയായിട്ട്, അതിനകത്ത് സെൻട്രൽ ജയിലിലെ തടവ് പുള്ളികൾ എന്നുള്ള അവർ അന്തേവാസികളെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അവർ നാനാ ജാതി മതസ്ഥിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഏക മനസ്സോടുകൂടി ഭഗവാന് വേണ്ടിയിട്ട് ഈ കുഞ്ചലം നിർമ്മിച്ച്, ഈ ഓണവില്ലിന് വേണ്ടിയിട്ട് കുഞ്ചലം നിർമ്മിച്ച് ഞങ്ങൾക്ക് തരാറുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ പുണ്യം കൂടി ഒരു ഓണവില്ലിൽ അടങ്ങിയിരിക്കുന്നു. താങ്കളുടെ കുടുംബത്തിനൊപ്പം തന്നെ അങ്ങനെ 100 കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന കൂടി ചേർന്നതാണ് ഈ ഒരു ഓണവില്ല്. ഐശ്വര്യത്തിന്റെ ഉത്സവമാണ് ഓണം. ഓണക്കാലത്ത് ലഭിക്കുന്ന ഈ ഒരു ഓണവില്ല് വീടുകളിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയായിരിക്കുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, പുണ്യമാണ്. കാരണം ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിത്രം പല പ്രാവശ്യം വരയ്ക്കാൻ പറ്റില്ല. കാര്യം മനസ്സുകൊണ്ട് ബോറടിക്കുന്നതാണ് ഒരു ചിത്രം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10,000 കണക്കിന് ഭഗവാന് 10,000 ഭാവങ്ങളിലാണ് വരയ്ക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിലും സുദർശനാണ് ഇതിന് മിഴികൾ തുറക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത്, പൂർണ്ണമാക്കുന്നത് സുദർശനാണ്. പിന്നെ എന്നോടൊപ്പം തന്നെ കഴിഞ്ഞ 41 വർഷക്കാലം ഭഗവാൻ ഓണവില്ല് സമർപ്പിച്ചിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അനുജനായ മഹാദേവനാചാര്യയുടെ മൂത്തപുത്രൻ ഉമേഷ് കുമാറും, എൻ്റെ ഏറ്റവും ഇളയ അനുജൻ സുലഭനും, എൻ്റെ മകൻ അനന്തപത്മനാഭനും ഈ ജോലിയിൽ ഏർപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് അച്ഛൻ്റെ ഏറ്റവും അനുജനായ നാഗേന്ദ്രനാചാര്യയും കൂടി ചേർന്നാണ് ഞങ്ങളിപ്പം ഈ ഓണവില്ലുകൾ നിർമ്മിക്കുന്നത്. ഓണവില്ല് എന്ന പള്ളിവില്ല് സാധാരണ ഒരു ചിത്രമല്ല. വളരെ മൃതശുദ്ധിയോടുകൂടി ചിട്ടയോടും നിഷ്ഠയോടും മനസ്സിനും ശരീരത്തിനും ശുദ്ധി കാത്തു സൂക്ഷിച്ച് പവിത്രമായി തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചിത്രരചന ശില്പമാണ്. ധാരാളം ചിത്രകാരന്മാർ ഇന്ന് കേരളത്തിലുണ്ടെങ്കിലും പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് ധാരാളം ചിത്രകാരന്മാർ ഇന്ന് തിരുവിതാംകൂറിലുണ്ട്. ശില്പികളുടെ ഒരു പാരമ്പര്യം തന്നെ തിരുവനന്തപുരത്തെ കരമനയിൽ ഉണ്ട്. ശില്പങ്ങളായിരുന്നാലും ചിത്രങ്ങളായാലും വരയ്ക്കുന്നതും ശിലകൾ ചെയ്യുന്നതുമായ ശില്പികൾ ധാരാളമുണ്ട്. പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയത്. അതിനുള്ള കാരണം തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശില്പികളുടെ പാരമ്പര്യമാണ് ഞങ്ങളുടേത്. ഒരു ക്ഷേത്രത്തിലെ ശില്പിയും തന്ത്രിയും ശിലയുമാണ് ബന്ധമുള്ളത്. ശില്പി മാതാവും തന്ത്രി പിതാവും
ശില പുത്രനോ പുത്രിയുമാണ്. അതുകൊണ്ട് തന്ത്രിക്കുള്ള അതേ പ്രാധാന്യം തന്നെയാണ് ശില്പിക്കുമുള്ളത്. തന്ത്രിയുടെ പാരമ്പര്യം പോലെ തന്നെയാണ് ശില്പിയുടെ പാരമ്പര്യവും. ആ പാരമ്പര്യം ഞങ്ങൾ തലമുറകളായി കാത്തു സൂക്ഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് കരമനയിൽ വാണിയാമൂല മേലാർന്നൂർ വിളയിൽ വീട്ടുകാർക്കാണ് പള്ളിവില്ല് നിർമ്മിച്ച് ചിത്രലേഖനം നടത്തി ഭഗവാന് സമർപ്പിക്കാൻ അവകാശമുള്ളത്. രാജഭരണകാലത്ത് കൽപ്പിച്ചു നൽകപ്പെട്ട ഈ അവകാശം വലിയൊരു ബഹുമതിയായി ആ കുടുംബം ഇന്നും കയ്യേൽക്കുന്നു. ഈ ഓണവില്ലിന് ഒരു ഐതിഹ്യമുണ്ട്. വാമന അവതാര ദിനമാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. വാമന അവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് മഹാബലി ചക്രവർത്തി പറയുന്നു. മഹാബലി ചക്രവർത്തി മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണുകയാണ്. പക്ഷേ മഹാബലിക്ക് ഒരാഗ്രഹം കൂടി മഹാവിഷ്ണുവിനോട് അപേക്ഷിക്കും. താൻ വർഷത്തിൽ ഒരു ദിനം കേരളത്തിലെ പ്രജകളെ കാണാൻ വരുമ്പോൾ മഹാവിഷ്ണു കാലാകാലങ്ങളിൽ അവതാരങ്ങൾ എടുക്കുമെന്നും ഈ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും. അതിനുള്ള ഏക പോംവഴി ചിത്രങ്ങളാണ്. മഹാവിഷ്ണു പ്രപഞ്ച ശില്പിയായ വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും വിശ്വകർമ്മദേവനോട് മഹാബലിയുടെ ഈ ആഗ്രഹം അറിയിക്കുകയും ചെയ്യുന്നു. വിശ്വകർമ്മദേവൻ മഹാവിഷ്ണു വീണ്ടും എടുക്കുന്ന അവതാരങ്ങളും നേരത്തെ എടുത്ത അവതാരങ്ങളും കൂടി ചേർത്ത് ദശാവതാരം ആദ്യമായി വരച്ച് കാണിക്കുന്നു. അങ്ങനെയാണ് ഈ ഓണവില്ലിൻ്റെ തുടക്കം. കാലാകാലങ്ങളിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടായെങ്കിലും ഈ പള്ളിവില്ല് സമർപ്പണം തലമുറകളായി ഇപ്പോഴും പഴയ ആചാരത്തോടു കൂടിയും അനുഷ്ഠാനത്തോടു കൂടിയും ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. വില്ലുകൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തുമ്പോൾ പഞ്ചവാദ്യവും പാണിവിളക്കുമായി ക്ഷേത്രാധികാരികൾ സ്വീകരിക്കാനെത്തുന്നു. തിരുവോണനാളിൽ ചാർത്തുന്ന ഈ വില്ലുകൾ 3 ദിവസത്തേക്കാണ് വിഗ്രഹത്തിൽ സൂക്ഷിക്കുന്നത്. അനന്തരം ചതയം നാളിൽ നീക്കം ചെയ്യുന്ന വില്ലുകൾ രാജകൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നു. നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണിത്. സ്വേച്ഛാധികാരത്തിൻ്റെയും രാജാപ്രത്യക്ഷ ദൈവതം എന്ന വിശ്വാസത്തിൻ്റെയും ഒരു കാലം. ആ കാലത്ത് രൂപം കൊണ്ട ആചാരം അഥവാ ദേവാർപ്പണം. അന്നിത് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും രാജപ്രീതിക്കായുള്ള ആഗ്രഹത്തിൻ്റെയും ഒരു പ്രകടനമായിരുന്നു. കാലം മാറി. അധികാരസ്ഥാനങ്ങളിലും ഭക്തിവിശ്വാസങ്ങളുടെ ആന്തരഭാവത്തിലും വ്യതിയാനമുണ്ടായി. രാജാവ് ഏതോ പൂർവകാല സത്യം മാത്രമായി. ഈ പരിവർത്തനങ്ങളിലും വിശ്വാസത്തിന്റെ ഭാഗധേയം മുറുകെ പിടിച്ച ചില കുടുംബങ്ങൾ. ഓണവില്ലിന് നിറം പിടിപ്പിക്കുന്നത് അവരാണ്. ഭഗവാന് ചാർത്തിയ വില്ല് കണ്ടു തൊഴാൻ, ആദ്യമായി കണ്ടു തൊഴാനുള്ള അവകാശം ഇത് ചെയ്ത ശില്പികളായ ഈ ഓണവില്ല് കുടുംബത്തിന് അർഹതപ്പെട്ടതാണ്. അതിന് തന്നെ ഒരു ഐതിഹ്യം പറയുന്നു. ഞങ്ങൾ ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും പാകപ്പുഴകൾ ഉണ്ടെങ്കിൽ, വ്രതത്തിലോ അല്ലെങ്കിൽ ചിത്രരചനാവേളയിലോ എന്തെങ്കിലും തരത്തിൽ അശുദ്ധിയോ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ ഭഗവാനോട് ക്ഷമയാചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ആദ്യ ദർശനത്തിലൂടെ ഞങ്ങൾക്ക് കൈവരുന്നത്. ഭൂതകാലവും അതിലെ ആചാരാനുഷ്ഠാനങ്ങളും ചിതകളിലെറിയണം, കത്തിക്കണം എന്ന ആഹ്വാനം നടത്തുന്ന ഒരു വിഭാഗം. ഭൂതകാലം സഞ്ചിത സംസ്കാരമാണ്, അത് പരിപോഷിപ്പിക്കണം, കെടാതെ സ്മൃതികളിൽ സൂക്ഷിക്കണം എന്നു പറയുന്ന മറ്റൊരു വിഭാഗം. ഇരു കൂട്ടർക്കും അവരവരുടേതായ വാദമുഖങ്ങളുണ്ട്. ഈ വാദമുഖങ്ങളെല്ലാം മുൻവിധിയില്ലാതെ പരിശോധിക്കുമ്പോഴും നമുക്ക് തെളിയുന്ന, വെളിവാകുന്ന ഒരു സത്യമുണ്ട്. ഭൂതകാലമില്ലെങ്കിൽ വർത്തമാനമില്ല, ഭാവിയില്ല. അതുകൊണ്ട് തന്നെ ഭൂതകാലം അനിവാര്യമായ സത്യമാണെന്ന ബോധം നിലനിർത്തണം. ഭൂതകാലത്തിൻ്റെ ചരിത്രശേഖരങ്ങളിലേക്ക്
എല്ലാം മുതൽക്കൂട്ടം. അക്കൂട്ടത്തിലിതാ ഈ പള്ളിവില്ല്, ശ്രീപത്മനാഭന് സമർപ്പിക്കുന്ന സ്നേഹവില്ല്.